ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങളെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാ, ഞാൻ തന്നെയാ എന്റെ ജീവിതം കളഞ്ഞു കുളിക്കുന്നത്, നശിപ്പിക്കുന്നത് ഞാൻ തന്നെയാ. എല്ലാവർക്കും എല്ലാം ഉണ്ടല്ലോ, ഒന്നുമില്ലാത്തത് എനിക്കാണല്ലോ. ശ്യാമേ, ആരെങ്കിലും ഉണ്ടോ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ? മോളെ, എന്തടിയുണ്ടായേ? 10 ലക്ഷം രൂപ പ്രൈസ് മണി കിട്ടിയതാണല്ലോ. അതൊക്കെ ശരി തന്നെയാ. ഞങ്ങള് ക്ഷേത്രത്തിൽ നിന്ന് ചെല്ലുമ്പോ 2 പേര് അച്ഛനെയും സത്യാമ്മയും ഉപദ്രവിച്ചിട്ട് ആ പണവും കൊണ്ടുപോയി. അയ്യോ ഈശ്വര, കൊണ്ടുപോയത് ആരാണെന്നൊന്നും ആർക്കും അറിയില്ല. ദേവി, 2 പേർക്കും പരിക്കുമല്ലോ ഉണ്ടോ മോളെ? അച്ഛൻ ആകെ ടയേർഡാമ്മേ. അല്ലെങ്കിൽ തന്നെ മാനസികമായിട്ട് തകർന്ന അവസ്ഥയിലായിരുന്നു. ഇതുകൂടി ആയപ്പോ അച്ഛൻ ശരിക്കും വീണുപോയിന്ന് തന്നെ പറയാം. കഷ്ടായി പോയല്ലോ മോളെ. ചിലപ്പോ പോലീസുകാർ കണ്ടുപിടിച്ച് കൊടുക്കുമായിരിക്കും അല്ലേ? ചന്ദ്രബോസിന്റെ പോലീസുകാരല്ലേ കൊടുത്തത് തന്നെ. നിനക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. ശ്യാമ എന്തിയമ്മേ? വീണ്ടും പഴയതുപോലെ കഥ അടച്ചിരിപ്പാണോ? രോഹിത്തിന്റെ ജാമ്യത്തിന്റെ കാര്യം പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് ശ്യാമയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പോയ പോക്കാ, ഇതുവരെ ആളെത്തിയിട്ടില്ല. ജാമ്യത്തിൽ ഇറക്കാനും ജാമ്യത്തുക കെട്ടിവെക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്താ അവരെ ആരെയും വിളിക്കാതെ ശ്യാമയെ തന്നെ വിളിച്ചിരിക്കുന്നെ? അവരെല്ലാം ഇപ്പൊ കൈ ഒഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും മോളൊന്ന് സ്റ്റേഷനിലോട്ട് വിളിച്ചു നോക്ക്. കാര്യങ്ങൾ എന്തായെന്നൊന്നും അറിയാലോ. ഹലോ ഹലോ, കളക്ടർ ശാലിനി വിഷ്ണുവാണ്. മാഡം. മാഡം, രോഹിത്തിന് ജാമ്യത്തിലിറക്കാൻ ഒരാളും വരാതിരുന്നതുകൊണ്ടാ വൈഫിന്റെ നമ്പർ വിളിച്ച് വരാൻ പറഞ്ഞത്. നാളെ എന്തായാലും കോടതിയിൽ ഹാജരാക്കാം. അവിടെ വന്ന് ജാമ്യം എടുക്കാനുള്ള കാര്യങ്ങൾ നീക്കിയാൽ മതി. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നെയാ അയാളുടെ വൈഫിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്നാ ഓക്കെ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഓക്കെ മാഡം. നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം. ശ്യാമ അവിടെ നിന്ന് പോന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. ജാമ്യം നമ്മൾ എടുക്കണോ? രോഹിതനെ ഇപ്പൊ അവന്റെ കൂട്ടത്തിൽ നിന്നവരെല്ലാം കൈവിട്ട സ്ഥിതിക്ക് നമ്മളല്ലാതെ വേറെ ആരാ അവനെ സഹായിക്കാനുള്ളത്? ഒന്നോർത്താ അതൊരു നല്ല കാര്യ. അവനിപ്പോഴെങ്കിലും മനസ്സിലാവുമല്ലോ അവന്റെ കൂട്ടത്തിൽ നിൽക്കുന്നവരുടെ തനിനിറം. നല്ല ബുദ്ധി തോന്നാൻ ഈശ്വരൻ ഒരു വഴി കണ്ടതാവും. നന്നായ മതിയായിരുന്നു, അല്ലെങ്കിൽ പഴയ പോലെ കുടിച്ചു കുടിച്ച് എവിടെയെങ്കിലും കിടന്ന് മരിക്കും. ദേ, ഇത് അവനുള്ള അവസാന ചാൻസാ. ഇതിലവൻ നന്നായില്ലെങ്കിൽ ഇനി അവന് വേണ്ടി ഒരു 5 പൈസ പോലും മുടക്കി പോരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട, ഞാൻ ചായ എടുക്കാം. അപ്പോ ചന്ദ്രബോസ്, സുസ്മിത, ഉപേന്ദ്രൻ ത്രിമൂർത്തികൾ 3 പേരും രോഹിത്തിനെ കൈവിട്ടു. ഇനി വിള്ളൽ വരേണ്ടത് അവർക്കിടയിലാണ്, ഈ ത്രിമൂർത്തികൾക്കിടയിൽ. എങ്കിലേ ആ കൂട്ടുകെട്ടിന്റെ അടിവേരറക്കാൻ പറ്റൂ. അല്ല, കമലൻ നിന്റെ ഓട്ടോയും കൂടെ എവിടെ പോയെന്നാ പറഞ്ഞേ? അമ്പലത്തിലെവിടെ പോണെന്നാ പറഞ്ഞേ. കൂടെ വിജിലി ഉണ്ടെന്ന് പറഞ്ഞു. ആ ഓട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഈ വാടക കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഏയ്, അതിപ്പോ ഒരു ആവശ്യത്തിന് വെച്ച് എങ്ങനെ പറ്റില്ലെന്ന് പറയാ. പിന്നെ വേറെ ആരുമില്ല, നമ്മുടെ കമലിനല്ല, സാരില്ല. സത്യമേ, സത്യമേ, വിഷ്ണു കുഞ്ഞേ. എന്തേ? സുബേർക്ക് തലയടിച്ച് വീണു. അയ്യോ, മുറി മുഴുവൻ ചോരയാ. ആ കുഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര കരച്ചില്ല. ബാപ്പച്ചി, 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 എണീക്ക് ബാപ്പച്ചി. നൂറേ, 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 ബാപ്പച്ചി. എന്തുണ്ടായി? അത് പിന്നെ
ഇതെന്താ അത് ചോരയാണല്ലോ ഇങ്ങനെ തലമുട്ടിയേ? വീണതാ, തലയിടിച്ച് വീണതാ. എവിടെ? കുളിമുറിയില്. എന്തിട്ടൊന്നും നോക്കിയില്ലേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. പിടിച്ചോ, പിടിച്ചേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞ്. പ്രാർത്ഥിക്കാം, അല്ലാതെ എന്താ ചെയ്യാ? ശാരദാമ്മയുടെ കുടുംബത്തിന് മാത്രം എന്താ ഇങ്ങനൊരു വിധിയെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ശ്യാമേ, ഞാൻ നിന്നെ വിളിച്ചായിരുന്നല്ലോ, എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ വിളിച്ചപ്പോഴൊന്നും കുഞ്ഞേച്ചി ഫോൺ എടുത്തില്ലല്ലോ. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ മീറ്റിംഗിന് ഇരിക്കുമ്പോ ഞാൻ എങ്ങനെയാ നിന്റെ ഫോൺ എടുക്കുന്നേ? അല്ലെങ്കിലും ഞാനിപ്പോ ഈ വീട്ടിലെ പ്രധാനപ്പെട്ട ആളൊന്നും അല്ലല്ലോ. ശ്യാമേ, ഇതെന്താ അമ്മ ഇവള്? ശ്യാമേ, നിനക്കിപ്പോ ഒരുപാട് വിഷമമുണ്ട്, ഉണ്ടാവും, അത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ നീ അത് പ്രകടിപ്പിക്കേണ്ടത് നിന്റെ കൂടപ്പിറപ്പുകളോടല്ല. ഞാൻ പിന്നെ എന്റെ സങ്കടങ്ങളും ആവശ്യങ്ങളും ഒക്കെ ആരോടമ്മേ പറയണ്ടേ? എല്ലാവർക്കും അവരോടെ കാര്യങ്ങള്. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകാനാണെങ്കിൽ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ എന്തിനാണ് അമ്മ എനിക്ക് പറഞ്ഞതാ? പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും മനസ്സിലെങ്കിൽ എന്തിനാ അമ്മ ഈ കൂടപ്പിറപ്പുകളൊക്കെ? ശ്യാമേ, നിനക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ പോലീസ് സ്റ്റേഷനിലേക്കുള്ള പോക്ക് അമ്മയും കൂട്ടിക്കൊണ്ട് പോയായിരുന്നില്ലേ? എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? ഇതിപ്പോ എന്റെ മാത്രം കാര്യമായി പോയല്ലോ. എനിക്ക് പോകാതിരിക്കാനും പറ്റില്ലല്ലോ. ഇപ്പൊ ഇവിടെ സ്വാർത്ഥത കാണിച്ചത് ആരാ? ഞാനോ നീയോ അതോ അമ്മയോ? പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ശ്യാമേ, നിന്റെ ജീവിതം നീ തന്നെ കൈവിട്ട് കളയാ. അതിന് ഞങ്ങളെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാ, ഞാൻ തന്നെയാ എന്റെ ജീവിതം കളഞ്ഞു കുളിക്കുന്നത്, നശിപ്പിക്കുന്നത് ഞാൻ തന്നെയാ. എല്ലാവർക്കും എല്ലാം ഉണ്ടല്ലോ, ഒന്നുമില്ലാത്തത് എനിക്കാണല്ലോ. ശ്യാമേ, ആരെങ്കിലും ഉണ്ടോ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ? ഉള്ളയാളെ എന്നെ പോലും വേണ്ടാതെ സ്റ്റേഷനിൽ പോയി കിടക്കുക. അയാളെ അവിടെ നിറക്കി നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാ ഞാൻ. അതിനാ എന്നെ സഹായിക്കാൻ പറ്റുന്നവരുടെ മുന്നിലൊക്കെ ഞാൻ പോയി കൈനീട്ടി നിൽക്കുന്നെ. രോഹിത്തിന്റെ സ്വഭാവം വെച്ച് ആരും രോഹിത്തിനെ സഹായിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്കങ്ങനെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ. നാളെ രോഹിത്തിനെ കോടതിയിൽ ഹാജരാക്കും. അതിനു മുൻപ് ജാമ്യത്തിലെടുക്കാനുള്ള വഴി നോക്കണം. ഇല്ലെങ്കിൽ രോഹിത് എന്നേക്കുമായിട്ട് അകത്താം. രോഹിത്തിന്റെ കൂട്ടത്തിൽ കൂടിയ ആൾക്കാരൊന്നും ഇപ്പൊ രോഹിത്തിന്റെ കൂടെ ഇല്ല.